ലോകമുണ്ടായ കാലം മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള അഭിനിവേശവും അവഗണനയും. ദേവന്മാരും മനുഷ്യരും എല്ലാം ഇക്കാര്യത്തിൽ ഒരുപോലെ തന്നെയാണെന്ന് നമുക്ക് തോന്നാം. ഒരു സ്ത്രീ അവൾ മറ്റൊരാളുടെ ഭാര്യയാണെങ്കിൽ കൂടി ചില സ്ത്രീലമ്പടന്മാർ അവളെ വെറുതെ വിടാറില്ല. അതിന് ഒരു ഉദാഹരണമാണ് രാമായണത്തിലെ സുന്ദരിയായ അഹല്യയുടെ കഥ. വലിയ തപസ്വിയായ ഗൗതമമുനിയുടെ ഭാര്യയായ അഹല്യ, അവളെ ദേവേന്ദ്രൻ കാമിക്കുന്നു. മുനി ഇല്ലാത്ത നേരത്ത് അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ വന്ന് അഹല്യയെ ചതിക്കുകയാണ്. മുനി ഈ കാര്യം അറിഞ്ഞ് ദേഷ്യത്തോടെ ഈ രണ്ടുപേരെയും ശപിക്കുന്നു. സഹസ്രഭകനായി പോകട്ടെ എന്ന് ഇന്ദ്രനെ അദ്ദേഹം ശപിച്ചു. ശാപമോക്ഷമൊന്നും കൊടുത്തില്ല. സ്വന്തം ഭാര്യയെ വെറുതെ വിട്ടില്ല. അവളെ നീ ഒരു ശിലയായി മാറട്ടെ എന്ന് ശപിച്ചു. പക്ഷേ ചെറിയൊരളവ് കൊടുത്തു. നീ ഈ വേഷത്തിൽ ഈ കല്ലായി മാറി ഭഗവാനെ ധ്യാനിക്കുക. ത്രേതായുഗത്തിൽ ശ്രീരാമനായി ഭഗവാൻ അവതരിക്കും. അന്ന് അദ്ദേഹം നിനക്ക് ശാപമോക്ഷം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോയി. അഹല്യ ഒരു കല്ലായി മാറി ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ വരവും കാത്തങ്ങനെ ആശ്രമത്തിൽ ശിലയായി കഴിയുകയാണ്. വിശ്വാമിത്ര മഹർഷി ശ്രീരാമലക്ഷ്മണന്മാരെ അഹല്യയുടെ ഈ രൂപത്തിനടുത്തേക്ക് കൊണ്ടുപോവുകയും അവൾക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാണുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി. രാമോഹമെന്നു പറഞ്ഞ മോദം പൂണ്ടു നാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദള സന്നിഭനേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘ വന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടെ ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. തന്നെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്നം ഉര ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജവിലോചനൻ പത്മജാമനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചു ദാനം ചെയ്തു ഭക്ത്യാ
സത്വരമർഖ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റും വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ദി മഗ്നയായി സ്തുതി ചെയ്താൾ. ഞാനതോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ലാം. പത്മജ രുദ്രാദികളാലപേക്ഷിതം പാദപത്മ സംലഗ്ന പാംസുലേശ ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ. അതിനെത്തുമോ ബഹുകൽപ്പ കാലമാരാധിച്ചാലും.